അസു ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് കുഞ്ഞുമാരുടെ വീട്ടിലുള്ള ബാഗിലുള്ള ഒരു തോട്ടം. ഞാനും അമീറായും റൈഹും കൂടെയാണ് വന്നേക്കുന്നത്. ഞാനും അമീറായും റൈഹും കൂടെ അവിടെയൊക്കെ പോയി നോക്കിയിട്ട് തിരിച്ച് നടന്നു വരുക. ഇതാണ് പാലത്തോട്. നമ്മളെ നാട്ടിലൊക്കെ പറയുന്നത് പാലത്തോലെന്ന. ഇത് വാഴക്കുല വേഗം പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഇതെങ്ങനെയാണ് പഴുപ്പിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ അതിൽ നിന്ന് കുറച്ച് ഒടിച്ചെടുത്തിട്ടുണ്ട്. പോരയിടത്തുനിന്ന് കൊണ്ടുവന്ന വാഴക്കുല പഴുപ്പിക്കാനാണ് നമ്മൾ അത് കൊണ്ടുപോകുന്നത്. ഈ വാഴക്കുല ഇപ്പോൾ പച്ചയാണ്. അപ്പോൾ നമ്മൾ ഈ പാലത്തോട് വെച്ച് ഈ വാഴക്കുല പഴുപ്പിക്കാൻ പോകുവാണ് വേഗത്തിൽ. ഈ വാഴക്കൊല നമ്മൾ പുറത്ത് വെച്ചിരിക്കുവാണെങ്കിൽ കുറേ ദിവസം കഴിഞ്ഞിട്ട് അത് പഴുക്കത്തുള്ളൂ. നമ്മൾ പാലത്തോലിൻ്റെ അകത്ത് വെച്ചാൽ അത് പെട്ടെന്ന് 2 ദിവസം കഴിയുമ്പോൾ തന്നെ അത് പഴുത്തുകൊള്ളും. താത്തി ഒരു വലിയ ഒരു കലമെടുത്ത് പാലത്തോലും ആ കുലയുടെ പടലകളും ഇങ്ങനെ വയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ അടപ്പ് എടുത്ത് അടക്കി വെക്കാം. 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം പഴുത്തോന്ന്. നമ്മൾ വാഴക്കുല പഴുക്കാൻ വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞു. ഇനി നമുക്ക് പഴുത്തോന്ന് നോക്കാം. പഴമെല്ലാം പഴുത്തിട്ടുണ്ട്. കണ്ടോ, നന്നായി പഴുത്തിട്ടുണ്ട്. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ ബൈ.